കോക്രോച്ച് ജനതാ പാർട്ടിയുമായി കേന്ദ്ര സർക്കാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് CJPയുടെ തീരുമാനം. അതേസമയം ജന്തർ മന്ദർ സുരക്ഷാ ക്രമീകരണങ്ങളും നിരീക്ഷണവും വർദ്ധിപ്പിച്ചു. ഡൽഹിയിൽ കനത്ത നിയന്ത്രണങ്ങളും തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും തത്സമയം ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രതിഷേധം തുടരുന്നു. ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കാരണം ഇതിൽ പ്രധാനമായി ഉന്നയിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. ആ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ? സർക്കാരിൻ്റെ നിലപാട് ഏത് തരത്തിലാകും? രാജേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 കേന്ദ്ര സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കളും തമ്മിലുള്ള ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചർച്ചയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുനയ നീക്കങ്ങൾ മുൻപോട്ട് വയ്ക്കുകയും കോക്രോച്ച് ജനതാ പാർട്ടി മുൻപോട്ട് വെച്ചിട്ടുള്ള ചില ആവശ്യങ്ങൾ, അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതും ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള FIRകൾ ഒഴിവാക്കുന്നതിനും നിയമ നടപടി ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ്. അതിൽ സർക്കാർ നിലപാട് ഇന്ന് അറിയിക്കും എന്നുള്ളതാണ്. രാജിയില്ലെങ്കിൽ മറ്റേതെങ്കിലും അനുനയ നീക്കങ്ങൾ ഈ സമരക്കാർക്ക് മുൻപിലേക്ക് കേന്ദ്ര സർക്കാർ മുൻപോട്ട് വയ്ക്കുമോ, അതെല്ലാം സമരത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജിക്ക് തയ്യാറാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളും ഒപ്പം കഴിഞ്ഞ ദിവസം JP നദ്ദയുടെ പ്രതികരണം ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോൾ BJP ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യമില്ല എന്നൊരു രാഷ്ട്രീയ നിലപാടിനാണുള്ളത്. ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിന്റെ പേരിൽ, സമ്മർദ്ദത്തിന്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ടതില്ല. മന്ത്രിയുടെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും വീഴ്ചയോ അഴിമതിയോ ക്രമക്കേടോ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും ഒപ്പം രാഷ്ട്രീയപരമായി BJPയും വിലയിരുത്തുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ നിമിഷങ്ങൾ BJPയുടെ രാഷ്ട്രീയപരമായ നിലപാട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് മറിച്ചൊരു തീരുമാനത്തിലേക്ക്, ഒരു സമവായം എന്നുള്ള രീതിയിലേക്ക് തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുമോ, അതല്ല മന്ത്രിയുടെ രാജിക്കപ്പുറത്തേക്ക് മറ്റ് കടുത്ത നടപടികൾ, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, കഴിഞ്ഞ ദിവസം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2017 രൂപീകരിച്ച സ്വതന്ത്ര അവകാശങ്ങളുള്ള ആ സ്ഥാപനത്തെ പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. കൂടാതെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത നിയമ നടപടികൾ, ഇനി അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ കുറ്റക്കാർക്കെതിരെ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും ലഭിക്കാവുന്ന നിയമ ഭേദഗതി സർക്കാർ കൊണ്ടുവരികയാണ്. അത് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്നു. അത്തരത്തിലുള്ള കടുത്ത നടപടികൾ മുൻപോട്ട് വെച്ചുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് സമരക്കാർക്ക് മുൻപിലേക്ക് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കം സർക്കാർ ശ്രമിക്കുമോ എന്നാണ് കാണേണ്ടത്. ഏതായാലും വൈകിട്ട് 3:30 ചർച്ച. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും പങ്കെടുക്കും. ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു സമരം ഏത് രീതിയിൽ മുൻപോട്ട് പോകും, അത് അവസാനിപ്പിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി തയ്യാറാകുമോ എന്നെല്ലാം അറിയേണ്ടത്. ഏതായാലും സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ജന്തർ മന്ദറിൽ വീണ്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. ജന്തർ മന്ദറിലേക്ക് എത്തുന്ന വഴികളിൽ വീണ്ടും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ തന്നെ നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സമരത്തിന്റെ മറവിൽ ചില ആസൂത്രിത നീക്കങ്ങൾ, സുരക്ഷാ സേനയെ ഉൾപ്പെടെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന IB റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നത്. അതിന് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത് സമരത്തിനുള്ളിൽ ക്രിമിനലുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത്. ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ജന്തർ മന്ദർ മേഖലയിൽ ഇന്റർനെറ്റ് സേവനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വിവിധ മെട്രോ സ്റ്റേഷനുകൾ, ജന്തർ മന്ദറിന് സമീപമുള്ള മണ്ഡി ഹൗസ്, ജണ്ടേവാല, കൂടാതെ രാജീവ് ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് തുടങ്ങി 18 ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷ ശക്തമാക്കുകയാണ്. ഈ പാർട്ടികളുടെ പ്രതിഷേധത്തിന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നു. കഴിഞ്ഞ ദിവസത്തെ വിദ്യാർത്ഥികളെ നേരിട്ട രീതി ശരിയായില്ല എന്ന രീതിയിൽ ചിത്രങ്ങൾ സഹിതം രാഹുൽ ഗാന്ധി പങ്കുവയ്ക്കുന്നു. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും. രാജിയില്ലെങ്കിൽ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ല എങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇത്രയും സുരക്ഷ കൊണ്ട് മതിയാകുമോ?
രാജേഷ്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഈ പാർലമെന്റ് മാർച്ചിൽ പോലീസ് ലാത്തിചാർജിൽ ഉൾപ്പെടെ ശക്തമായ പിന്തുണയാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം നടത്തിയിട്ടുള്ള നീക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയ വർഷകാല സമ്മേളനത്തിന്റെ ഓരോ ദിവസവും, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഓരോ ദിവസവും സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന സമീപനമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിനുള്ളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വ്യക്തമാക്കിയെങ്കിലും ചർച്ചകളെല്ലാം മറിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ആവശ്യമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച സഭ പൂർണ്ണമായും സ്തംഭിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം പാർലമെന്റിന് പുറത്തും കോൺഗ്രസിന്റെ സമരരീതി നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിലേക്ക് മിന്നൽ പ്രകടനം നടത്തി, കൂടാതെ ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തി. അത്തരത്തിൽ പ്രതിപക്ഷം ഇത് വളരെ കൃത്യമായി സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുക തന്നെയാണ്. ഈ വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഒപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് ഈ വിഷയത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഒരു നിസ്സാര വിഷയമായി കാണുന്നില്ല, അതിനെ ഗൗരവത്തോടു കൂടി കാണുന്നു. ഇനി ഭാവിയിൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചു വരികയാണ്. അത്തരത്തിൽ കടുത്ത പ്രതിഷേധത്തിന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നു. രാജേഷ് ചോദിച്ചതുപോലെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ട് മാത്രം ഈ സമരത്തെ നേരിടാൻ സാധിക്കുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് നേരത്തെ IB ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സമരം മുതലെടുത്തുകൊണ്ട് അക്രമം സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നിലവിൽ ഡൽഹി പോലീസ് നടത്തിവരികയാണ്. കൂടാതെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഡൽഹിയിൽ BSF ഉൾപ്പെടെ കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്.